അല്ല ബാലപ്പൻ പോയില്ലേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഇല്ല, ഇന്നലെ രാത്രിയില് നടി ബിന്ദുറാണി വിളിച്ചായിരുന്നോ? ഇല്ല. ആ, എന്നാ ഓക്കെ. ബാലപ്പ, എന്ത് ചേച്ചി? ബാലപ്പൻ എന്താ അങ്ങനെ ചോദിച്ചത്? എപ്പടി കേട്ടത്? മലയാളത്തിൽ പറയടോ. അല്ല, എങ്ങനെ ചോദിച്ചത്? നടി ബിന്ദു റാണി രാത്രി വിളിച്ചിരുന്നോന്ന് ബാലപ്പൻ ചോദിക്കാൻ കാര്യം? അതാ, ഒന്നുമില്ല അമ്മയുടെ സത്യം, ഞാൻ വെറുതെ ചോദിച്ചത്. ബാലപ്പ, നീ എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്. താൻ എന്തോ മനഃപൂർവ്വം ഒളിക്കുന്നുണ്ട്. അയ്യപ്പ സമയണ ഒന്നുമില്ല ചേച്ചി, ഞാൻ കള്ളയാണെ ഒന്നും ഇടണ്ട, സത്യം പറ. അല്ല, എന്റെ ഒരു സംശയമാണ്, ഞാൻ പറയാം. നാളെ ചിലപ്പോ സത്യം അറിയുമ്പോ ചേച്ചി എന്നെ ശപിക്കും. ഒരു വാക്ക്, ഒരു സൂചന ബാലപ്പ തന്നില്ലല്ലോ എന്ന് ചേച്ചിയും പറയത്തില്ലേ? ബാലപ്പ, നീ എന്നെ തീയിൽ നിർത്താതെ കാര്യം പറയും. അല്ല, നേതാവിന് ആ നടി ബിന്ദുറാണിയുമായിട്ട് അല്ല, ഒന്ന് രണ്ട് സംഭവങ്ങൾക്ക് ചേച്ചിയും ദൃക്സാക്ഷിയാണല്ലോ. നേതാവിനെ ഒന്ന് ശ്രദ്ധിച്ചോണം, ഇപ്പം അല്പ ഓവറാണ്. എന്നാ പിന്നെ ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെ. മുറുകാ, സമാധാനമായി. ഏതായാലും കത്തി തുടങ്ങി. ഇനി നേതാവ് വന്നിട്ട് പൊട്ടിക്കോളൂ. ഒന്നുമേ சொல்லிല്ല സാർ. വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോട്ട്. ആ ഉസ്ലാംപെട്ടി കാളിമുത്ത് വരണേന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോയാലെന്ത്? നിങ്ങൾക്ക് വല്ല പ്രാന്തും ഉണ്ടോ മനുഷ്യ? ഒരു കാളിമുത്ത് മണിയണ്ണം പറഞ്ഞ പോലെ ഈ ഇടിയമീൻ ആളുകളെ തിന്നുന്നവനാണോ അച്ഛാ? അങ്ങനെ ഒരാളുണ്ടോ? ആ മീനേക്കാൾ വലിയ മീനാ ഈ ഞാൻ. അപ്പൊ ഈ മീനോ? തന്തയും കൊള്ളാം, മോളും കൊള്ളാം. മോളെ, അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് നേരെ. നിങ്ങൾ ഓരോന്നും പറഞ്ഞ് ഈ പെങ്കൊച്ചിനെയും കൂടെ പേടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. എടി, നമുക്കും ഒരു അഭിമാനം വേണ്ടേടി. വന്നിട്ട് എത്ര ദിവസമായി? വീട്ടിലേക്ക് പോണ്ടേ? നിങ്ങൾക്കത്ര നിർബന്ധമാണെങ്കിലേ രാവിലെ വരെ നോക്കണ്ട, ഇപ്പൊ തന്നെ അങ്ങ് പോയാട്ടെ. നിങ്ങൾ രണ്ടാളും കൂടെ പോത്തേ ഉള്ളൂ, ഞാൻ വരൂല. പ്ലാങ്കവില്ലയിലേക്ക് പോണെങ്കി മണിയൻ ചേട്ടനായിട്ട് എന്റെ കല്യാണം ഉറപ്പിക്കണം. സമയാവട്ടെ. ആദ്യം നിന്നെ ഞാൻ 4 പേരറിയുന്ന സിനിമാ നടിയാക്കട്ടെ. നീ ഞാൻ പറയും പോലെ ഒന്ന് കേക്ക്. പറഞ്ഞു തൊലക്കേ. നമുക്ക് നാളെ തന്നെ പോവാ. മനുഷ്യ, ആ പ്ലാങ്കവിളയിൽ ചെന്ന ഒന്നും നടക്കൂല. ചിറ്റിയിലാവുമ്പോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വലിയൊരു നടിയാവണമെന്നുള്ളൊരു മോഹം എനിക്കുണ്ടായിരുന്നു, അതോ സാധിച്ചില്ല. ഇവളിലൂടെയെങ്കിലും എനിക്കത് സാധിക്കണം. ഒന്ന് പതുക്കെ പറ എന്റെ സരസു, അവര് ഉറങ്ങി കാണത്തില്ല. അല്ല, നമ്മൾ ഇവിടെ വന്നത് എന്തിനാ? പ്രകാശന്റെ സീരിയലിൽ അഭിനയിക്കാൻ. ആദ്യം അത് നടക്കട്ടെ, എന്നിട്ട് മതി നാട്ടിലോട്ട് നരകത്തിലോട്ടൊക്കെ പോകുന്നത്. പക്ഷേ കാളിമുത്ത് വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അയാളെ വരുത്തുന്ന തന്നെ നമ്മളെ എവിടുന്ന് ഓടിക്കാനായിരിക്കും മോളെ. എങ്കിൽ അതൊന്നും എനിക്ക് കാണണമല്ലോ. പ്രകാശന്റെ ഉള്ളിലിരിപ്പ് അതാണെങ്കിൽ അവനെ ഞാൻ നാറ്റിച്ചിട്ടേ പോവൂ. എങ്ങനെ? അവൻ ചിറ്റിയിലുള്ളവരോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ജനിച്ചതും പഠിച്ചതും ഒക്കെ എവിടെ നിന്നാടി? ബ്ലാങ്കൂരിന്ന്. ആ, അവിടുന്ന് തന്നെ. നമ്മുടെ പ്ലാങ്കവിള എന്ന് പറയുന്നത് തന്നെ അവന് നാണക്കേടാ. നിങ്ങൾ നോക്കിക്കോ, അവൻ കറവക്കാരൻ കുഞ്ഞിരാമന്റെ മകനാണെന്നും അവന്റെ അമ്മ ചായക്കടക്കാരിയാണെന്നും പ്ലാങ്കവിളയിൽ വന്നാൽ കാര്യങ്ങളൊക്കെ മണി മണി പോലെ മനസ്സിലാവൂന്ന് ഞാൻ വിളിച്ചു പറയും. പോലീസും പത്രാസും ഒക്കെ എപ്പോഴാ ഉണ്ടായത്? നീ ഒന്നും മിണ്ടായിരിക്കും എന്റെ സരസു. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ വരുന്നത് ഇടിയമ്മീനൊന്നും അല്ലല്ലോ, നമ്മളെ പോലെ ഒരു മനുഷ്യൻ തന്നെയല്ലേ. ഇങ്ങോട്ട് അടക്കാൻ വന്നാലേ ഞാനയുടെ മൂക്കിടിച്ചു വരുത്തും. നിങ്ങൾ രണ്ടാളും കൂടെ എന്നെ അങ്ങ് കൊല്ല്. ഇപ്പൊ വേണ്ട, നാളെ മതി. ആണോ?
ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കിയ ആ കാളിമുത്തു ഒന്നുമല്ലെന്ന് തോന്നും. ഓ, ഈശ്വര, ആ കാളിമുത്തുവിൽ നിന്ന് ആപത്തൊന്നും വരുത്താതെ എന്നെ കാത്തു രക്ഷിക്കണേ. ഭാരതി കരയാന്നോ? ഓ, സീരിയല് കണ്ട് കരഞ്ഞതായിരിക്കുമല്ലോ. അതെ, നിങ്ങളുടെ ബിന്ദുറാണിയില്ലേ, അവളുടെ സീരിയല് കണ്ട് കരഞ്ഞതാ. നിന്റെ ഒരു കാര്യം, തിരുനെൽവേലിന്ന് നിനക്ക് വേണ്ടിട്ട് വാങ്ങിച്ചതാ. രാവിലെ MLA ക്വാർട്ടേഴ്സിലേക്ക് പറഞ്ഞ് പോയതല്ലേ നിങ്ങള്? അതെ അതെ, പെട്ടെന്ന് എനിക്ക് തിരുനെൽവേലിക്ക് പോകേണ്ടി വന്നു. സാരി എങ്ങനെയുണ്ടോ നോക്ക്. എനിക്ക് വേണ്ട, നിങ്ങളുടെ ബിന്ദുറാണിക്ക് കൊണ്ട് കൊടുക്ക്. നീ കുറെ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ ബിന്ദുറാണി ബിന്ദുറാണി എന്ന്. എന്തുവാടി നിന്റെ മനസ്സിലെ പറ. ഞാനൊന്നും അറിയുന്നില്ലെന്നാ നിങ്ങളുടെ വിചാരം അല്ലേ? നീ എന്തോ അറിഞ്ഞെന്നാ ഈ പറയുന്നേ? സത്യം പറ. സത്യം പോരെ? അയ്യോ, ഇത് നിങ്ങൾ അവൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ? ആർക്ക് വേണ്ടി? ആ ബിന്ദുറാണിക്ക് വേണ്ടി. ഭാരതി, നീ ഇല്ലാത്തതും പൊല്ലാത്തതും പറയരുത്. നിന്റെ പറച്ചിൽ കേട്ടാത്തോന്നല്ലോ. ഞാനും ബിന്ദുറാണിയും കൂടി യുഗാന്തരങ്ങളായി യുഗ്മഗാനവും പാടി തിരുനെൽവേലിയിലും തിരുച്ചിറപ്പള്ളിയിലും കറങ്ങി നടക്കായിരുന്നെന്ന്. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. അന്ന് ഞാൻ കണ്ടതല്ലേ നടുറോട്ടി വെച്ചുള്ള മൂരി ശൃംഗാരം. ആഹാ, എടി അതാ സുന്ദരേശന്റെ. ഒന്നും പറയണ്ട, ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ല. എല്ലാം എനിക്കറിയാം. എനിക്ക് ഇവളിതെന്തുവാ ഇത്? ഇവളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ആരായിരിക്കും അത്? എന്തൊരു നാറ്റമായത്? നേരത്തെ മണത്തോണ്ടിരുന്നതാ. ഹലോ ശ്യാം, ഇത് ഞാനാ ഇന്ദു. താനിപ്പോൾ ഫ്രീ ആണോ? എനിക്ക് തന്നെ ഒന്ന് കാണണമായിരുന്നു. ഞാനിവിടെ സെൻറ് ജൂഡ് ചർച്ചിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലുണ്ട്. താനൊന്ന് വാ. ഓക്കെ. കക്ഷി വരുവോ? ഇപ്പൊ തന്നെ വരും. ഇപ്പോഴും പഴയ ജോലി തന്നെയാണോ? എന്ത് തെണ്ടിത്തിരിയില്? പോടി അവിടുന്ന്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ കിട്ടിയിരിക്കുന്നതേ നല്ല ജോലിയാ. ഓ പിന്നെ പോ. ഹായ്. എന്ത് വേഷം ഇത്? ഈ വേഷത്തിന് എന്താണ് കുഴപ്പം? ശ്യാമിന് മാന്യമായി വേഷം ചെയ്ത് വന്നാൽ എന്താ? ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താന്ന് കരുതി വിളിച്ചതാ. സീന്ദു, ഇത് ഡിറ്റക്റ്റീവുകളുടെ യൂണിഫോമാണ്. ഇന്ദു, നീ എന്നെ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ ഈ യൂണിഫോമിന് മാത്രം നീ ഒന്നും പറയരുത്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഓക്കെ ഓക്കെ, കമോൺ. നമുക്ക് ഏതെങ്കിലും ഒരു ചായക്കടയിൽ പോയി പരിപ്പോടെയും ചായയും കഴിച്ചിട്ട് വരാം. കമോൺ. ഓ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചാലോ? കമോൺ കമോൺ ഡാർലിംഗ്. ഈ വേഷത്തിലോ? ആളുകൾ എന്ത് ധരിക്കും? ആളുകളൊക്കെ ഭംഗിയായ വേഷം ധരിച്ചിട്ടുണ്ടല്ലോ. ഓ, നീ വാ, ഇങ്ങോട്ട് കേറും. കൈവിട്, ആളുകൾ വരുവോ? ഉറപ്പാണോ? അപ്പൊ നമുക്ക് ഐസ്ക്രീം പാർലറിലേക്ക് പോണോ, നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോണോ? ആദ്യം വണ്ടി ഏതെങ്കിലും ഐസ്ക്രീം പാർലറിലേക്ക് വിടും. ഓക്കെ, കൈയെടുത്ത് വെച്ചോ. അയ്യേ, കൈയെടുത്ത് വെച്ചോ. അപ്പൊ പോവാല്ലേ?
എന്റെ 9 ഗുണങ്ങളിൽ ഒന്ന് അതാണ്. ഏത്? കാണ്ടാമൃഗം പോലും എന്റെ മുന്നിൽ ഒന്നുമല്ല. വെരി പൂർ. എന്താ എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, വേറിട്ട കാഴ്ച കൊണ്ടൊന്ന് നോക്കിപ്പോയതാ. ചേട്ടാ, ഇത് വേഷക്കെട്ടൊന്നുമല്ല. ഇത് ഞങ്ങളുടെ പ്രൊഫഷണൽ യൂണിഫോം ആണ്. ഹലോ, ഐ ആം ശ്യാം ഫ്രം പുളിയാമ്പറമ്പിൽ ഡിറ്റക്റ്റീവ് ഏജൻസി. ഓ, പുളിക്കച്ചവടക്കാരനാണല്ലേ? അയ്യേ. പുളിക്കച്ചവടക്കാരനൊന്നും അല്ല. പുളി സീസൺ ഒന്നും അല്ലല്ലോ ചേട്ടാ. ചേട്ടൻ പോ, ചേട്ടൻ പോ, ചേട്ടൻ പോ. ആ. നിന്നെ കൂടെ ഉദ്ദേശിച്ചായിരിക്കും അയാളത് പറഞ്ഞത്, പുളിക്കച്ചവടക്കാരത്. അയ്യടാ, അതിനിത്തിരി പുളിക്കും. ഇത് ശ്യാമേട്ടാ, എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ ഫാൻസി ഡ്രസ്സിൽ ഇനി എന്റെ കൂടെ വരരുത് കേട്ടോ. ആ, അതെ അതെ, ഇതിന്റെ പേരാണ് അസൂയ. എന്തിന്? ആൾക്കാരല്ല എന്നെ ആദരപൂർവ്വം ബഹുമാനിക്കുന്നത് കണ്ടിട്ട്. എടി, നിനക്ക് ഇതിനെ കുറിച്ച് അറിയാൻ മേലായിട്ടാണ് ഡിറ്റക്റ്റീവിന്റെ ഒരു പവർ എന്നൊക്കെ പറഞ്ഞു. വേഷത്തിൽ ഇറങ്ങിയില്ലേ? ഹായ്. ചുമ്മാ വല്ല അയാളെ ബഹുവചനം ഉപയോഗിച്ചത്. നിന്നെയും വിളിച്ച എന്ത് പുളിക്കച്ചവടക്കാരൻ. ഡിറ്റക്റ്റീവ് ശ്യാം, ഡിറ്റക്റ്റീവ് അരവിന്ദ്. how are you Oh, man? fine, thank Who you. are Who gay? are gay? കോമാളി വേഷം കിട്ടി ഇവിടെ നിൽക്കാ. വെളിയിൽ പോ. Hey, mister. എന്താ മിസ്റ്റർ? ഒന്നുമില്ല കേട്ടാ, മാപ്പ് തരൂ, please. അരവിന്ദ്. വന്ന് വന്ന് മിസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ഇവിടെ നിൽക്കണ്ട, പോയല്ലേ? അപ്പൊ നിങ്ങൾ വിട്ടു. അപ്പൊ എന്റെ ഐസ്ക്രീമോ? ഐസ്ക്രീം അത് മോഹൻലാൽ പടത്തിലെ പാട്ട് പോലെ. എങ്ങനെ? ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ, അടുത്ത് വരുന്ന ബസ്സിൽ കയറി വീട്ടിൽ പോയിങ്ക. നോൺസെൻസ്. ചേച്ചി, ഉസ്ലാം പെട്ടി മാമൻ വന്നാച്ചേ, പെട്ടി മാമൻ വന്നാച്ചേ, പെട്ടി മാമൻ വന്നാച്ചേ, പെട്ടി മാമൻ വന്നാച്ചേ. ചേച്ചി ഓടി വാ, ഉസ്ലാം പെട്ടി മാമൻ വന്ന്. അങ്കിൾ, அடடடடடா, இது யாரு? வா கண்ணே வா. என்ன சௌக்கியமா? யார் அவங்க? അത് പ്രകാശന്റെ ബന്ധുക്കളാ. ஆ. ஏய், கூப்பிடு. அவங்கள இப்பதான் எனக்கு கொல்லணும். അയ്യോ, ഉടനെ വേണ്ട. ആദ്യം ഒന്ന് വരട്ടെ മതി. മാമ അവരെ ഒന്ന് തറപ്പിച്ച് നോക്കിയാ മതി. പിന്നെ 3 7 കണ്ണു തുറക്കും. അതെനിക്ക് ഇപ്പൊ ഉറപ്പായി. ஓஹோ, நீதானே அந்த மணியன்? ആമാ ആമാ, നാന്താ അന്ത മണിയൻ പാപം. എടിയേ, മനുഷ്യനെ തിന്നണ ഇനമാണെന്ന് പറഞ്ഞാൽ നേരാ. നിങ്ങൾ പേടിക്കാതിരിക്കും മനുഷ്യ. അയാള് പറഞ്ഞ കേട്ടില്ലേ, കൊല ചെയ്യൂന്ന്. ആ, കൊല ചെയ്യാൻ ഇങ്ങോട്ട് വരട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് വാങ്ങേ. ആ, മാമ, ആ. ഈ അധോലോകത്തിൽ ഇപ്പോഴും രാജഭരണമാണല്ലേ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? എങ്ങനെ എങ്ങനെ? എന്റെ അമ്മോദാ മലയാളം. എനിക്ക് എല്ലാമേ തെരിയും. അതാ തമിഴ്. ആ. നസൂല്, നസൂല്. മാമ, അവരെല്ലാരും ഇപ്പൊ രാജാക്കന്മാരായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. രാജാവെന്ന് വെച്ചാൽ കിരീടമണിയാത്ത രാജാവ്. അങ്കിൾ, 2 ദിവസം താമസിച്ചിട്ട് പോവാന്ന് പറഞ്ഞതുകൊണ്ടാണോ ഒരു പെട്ടി പോലും ഇല്ലാതെ വന്നത്? 2 ദിവസോ? ഏ. പെട്ടിയോ? ഡേയ്, ആരാത്? അങ്കിൾ, ഇതൊക്കെ ഞാൻ ഇനി ഉസ്ലാം പെട്ടിക്ക് തിരിച്ചു പോകുന്നില്ല. ഇനിയുള്ള നാളുകൾ എന്നോட വസതി, എന്നോட താമസം എല്ലാം இந்த വീട്ടിലെത്താ. അപ്പൊ പേര്?
മുത്തു ഉസ്ലാംപെട്ടി കാളിമുത്തു. ഏയ് അത് ഏൻ പേര്? ഞാൻ കേട്ടത് ഓം പേര്. കൊച്ചി കൃഷ്ണൻ. കൊച്ചു കൃഷ്ണ, ഒരു വീട്ടിൽ കയറി വരിക, എന്നിട്ട് അവിടെ താമസമാക്കുക. അത് തപ്പടാ തപ്പ്. ഉന്നമാതിരി ഒരുപാട് പെരിയ കൊച്ചു കൃഷ്ണന്മാരെ പാത്തവനാക്കുന്ന ഞാൻ മഹാഭീകരനാക്കും. മഹാഭീകരൻ. അണ്ണ, ഞാനൊരു കാര്യം പറഞ്ഞ മുത്തുവണ്ണൻ ദേഷ്യപ്പെടരുത്. അണ്ണൻ വർത്തമാനം പറയുമ്പോ ഈ താടി ഇങ്ങനെ ഇങ്ങനെ ആവുമ്പോ ചിരി വരും. അയ്യോ, കിണ്ടൽ രാത്രിയൊന്നും അല്ല. സാധാരണ എവളെ കണ്ട ആളുകൾ ചിരിക്കുന്നതല്ലാതെ എവളെ ആരെയും പരിഹസിക്കാറില്ല, ഇല്ലേ? വാ, വാ. വാ മോളെ. നീ പാട്ടുകാരിയല്ലേ? പാട്ടുകാരിയാണോന്നോ? എന്റെ താടി അണ്ണ, ഇവളുടെ പാട്ടൊന്ന് കേക്കണം. മോളെ, ഈ താടിയപ്പൂപ്പനൊരു പാട്ട് പാടിക്കൊടുത്തേ. ആഹാ. ബേഷ്. ഇഞ്ചിയുടെ ഈ പാട്ട് കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചേനെ. പക്ഷേ ഇനി പറ്റില്ല. അയ്യോ, എന്റെ പൊന്നു ഉശലാൻ കാളിമുത്തു അണ്ണ, അങ്ങനെ പറയരുത്. ഇന്ന് തന്നെ എല്ലാം കെട്ടിപ്പറക്കി സ്ഥലം വിട്ടോളണം. അണ്ണാ, ചതിക്കരുത്. ഒന്നും പറയണ്ട. കൃത്യ 6 മണിക്ക് ഞാൻ വരും. അയ്യോ, അതിനുള്ളിൽ സ്ഥലം വിട്ടോളണം. ഞാൻ വേർക്ക, ഞാൻ ഭീകരനാക്കും. ഭീകരൻ. എന്തിനാ? ഭീകരനാക്കും, ഭീകരൻ. അയ്യോ, എന്താ അമ്മേ? ആ വരവ് കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടല്ലോ. എത്രയായി? 5. ബാഗ് ആയിട്ട് ചേച്ചി ഇതെങ്ങോട്ട് രാവിലെ? ആശ അവിടെ? എനിക്കറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്, അയാൾ വരുമ്പോ ഈ താക്കോൽ ഏൽപ്പിച്ചേക്കാം. എയാള് നിന്റെ ആ നേതാവ്. ചേച്ചി എന്താ കാര്യം? ചേച്ചി വീട്ടിലേക്ക് പോകണോ? ആണെങ്കി ഒന്നുമില്ല. എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല. ചോദിക്കാതെ തന്നെ കാര്യങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ. നീ ഈ താക്കോല് പിടിക്കും. എന്റെ അമ്മയാണ്, എനിക്ക് അറിഞ്ഞൂടാ. എന്നാ പറയാം, നിനക്കും കൂടി അറിവുള്ള ആ സത്യം. ആ നടി ബിന്ദുറാണി ഇല്ലേ, അവളുമായി അങ്ങേര്. അയ്യ ചേച്ചി, ഇത് റോഡാണ്. ആ കണ്ണീര് തുടച്ച കാര്യത്തിന്റെ സത്യസ്ഥിതി അറിയാതെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടരുത്. നീ നോക്കിക്കോ ബാലപ്പ, ഞാനിത് തെളിവ് സഹിതം പിടിക്കും. വേണം, പിടിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വിഷയം തൽക്കാലം നമ്മുടെ ചാക്കോച്ചനെ ഏൽപ്പിക്കാം. രഹസ്യമായ ഒരു അന്വേഷണം. ഏത് ചാക്കോച്ചൻ? ഈ ജവഹർ കോളനി ഇപ്പൊ ഒരേ ഒരു ചാക്കോച്ചനേ ഉള്ളൂ, ഡിറ്റക്റ്റീവ് ചാക്കോച്ചൻ. നമുക്ക് പുള്ളിക്കാരനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. ചെവി അറിയാതെ ചാക്കോച്ചൻ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും. എങ്കിൽ എത്രയും പെട്ടെന്ന് ചാക്കോച്ചനെ കാണാം. അത് ശരി. മിസ്റ്റർ രവിചന്ദ്രൻ ഒരു സദാചാര ശുദ്ധിയുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണെന്നാണല്ലോ ഞാൻ കരുതിയിരുന്നത്. അവിടെയാണ് ചാക്കോ സാറിന് തെറ്റിയത്. തീ ഇല്ലാതെ പുകയുണ്ടാവോ? ചേച്ചിക്ക് ചില സംശയങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. അല്ല, ഇക്കാര്യത്തിൽ ബാലപ്രേതനായി ഇത്രയ്ക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? ഒരു കൂടപ്പറപ്പിന്റെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല, അതുകൊണ്ടാണ്. അങ്ങേർക്കൊരു രാഷ്ട്രീയക്കാരന്റെ റോളാ വീട്ടിലും. എന്തെങ്കിലും ചോദിച്ചു പോയാൽ ഉടൻ പറയും. തെളിവ് ഹാജരാക്കിയാൽ ആ നിമിഷം ഭർത്തൃസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോവാന്ന്. ഭാരതി, ഇതൊരു കുടുംബ പ്രശ്നമാണ്.
കാര്യങ്ങൾ സംസാരിച്ച് രമ്യമായി പരിഹരിക്കുന്നതല്ലേ നല്ലത്. ഏയ്, രമ്യയായിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താ? അല്ല, ആരാ ഈ രമ്യ? ഹലോ, സൗമ്യമായി സംസാരിക്കേണ്ട വിഷയം അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, എന്തുദ്ദേശിച്ചാലും ശരി, നമുക്ക് ഈ പെണ്ണുങ്ങളുമായിട്ടുള്ള ഒരിടപാടും വേണ്ട. ഏത് പെണ്ണുങ്ങള്? ഈ സൗമ്യ രമ്യ അവരെന്തിനാ ഇതിനകത്ത് ഇടപെടുത്തുന്നേ? കാര്യങ്ങൾ വളരെ പബ്ലിക്കായിട്ട് ചാക്കോ സാർ എന്നെ അന്വേഷിച്ചാൽ മതി. തെളിവില്ലാതെ ഞാൻ എന്റെ ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലല്ലോ. വ്യക്തവും വടിവത്തതുമായ തെളിവുകൾ വേണം. അതെനിക്ക് സാറ് കണ്ടുപിടിച്ചു തരണം. ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിലല്ല, ഒരു മധ്യസ്ഥന്റെ റോളിൽ നിന്നുകൊണ്ട് ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും. അതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഭാരതി വീട്ടിലേക്ക് പോകും. അതെ, വാ. കൊള്ളാം, നന്നായിരിക്കുന്നു. സ്വന്തം ഭർത്താവിന്റെ വൃത്തികേടുകൾ രഹസ്യമായി കണ്ടുപിടിക്കാൻ ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കുന്ന ഒരു ഭാര്യ. ആ ഭാര്യയുമായി അടുപ്പത്തിലാവുന്ന ഡിറ്റക്റ്റീവ്. അതിലൊരു കൊച്ചിയല്ല, കൂത്താട്ടുകുളം. അവനും അവന്റെ ഒരു പ്രേമവും. നിന്നോട് ഈ പ്രശ്നം എങ്ങനെ കുളവാക്കാമെന്നല്ല ചോദിച്ചത്. സൊല്യൂഷൻ പറ. പൊല്യൂഷനാ സൊല്യൂഷൻ. അത് ഒന്നാമത്, രവിചന്ദ്രന്റെ സുഹൃത്താ. ഈ പ്രശ്നം ഒരു കുടുംബ വഴക്കായി കുടുംബ കോടതിയിൽ എത്താൻ പാടില്ല. എത്തണം, അല്ലെങ്കിൽ എത്തിക്കണം. നീ എന്തൊക്കെയാണ് റഷീദ് ഈ പറഞ്ഞു വരുന്നത്? ഈ രവിചന്ദ്ര നേതാവും നടിയും കൂടിയുള്ള കണ്ടുമുട്ടൽ, അത് കണ്ടുകൊണ്ടുവരുന്ന നേതാവിന്റെ ഭാര്യ രവിചന്ദ്രനെ എടുത്തിട്ട് ചതക്കണ സംഭവമൊക്കെ ഞാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതാ. എന്റെ ചാക്കോച്ചായ, ഇനി കാര്യങ്ങൾ ഏതു വഴിയിലൂടെയാണോ പോകുന്നത് ആ വഴിയിലൂടെ ആയിരിക്കണം നമ്മൾ നീങ്ങേണ്ടത്. അത് നീ പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിലും ആ വഴിക്ക് നീങ്ങാൻ കഴിയൂ. ഇവിടെ വിഷയം അതല്ല. ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും അത് പറ. പറയാം. എന്റെ ചാക്കോ സാറേ, ഇപ്പോഴത്തെ എൻ്റെ ഒരു രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ശാന്തസുന്ദരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബജീവിതത്തിലേക്ക് ഒരു ചെറിയ പ്രശ്നം അങ്ങോട്ട് ഇട്ടുകൊടുക്കും. എന്നിട്ട് ഒരു ഊളനെ പോലെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. എന്തിനാണെന്ന് അറിയാവോ? അറിയാം, കോഴിയെ പിടിക്കാൻ. അതല്ല സാറേ, ആ പ്രശ്നം ആ കുടുംബത്തിലുണ്ടാക്കുന്ന ആഘാതങ്ങൾ, അസ്വസ്ഥതകൾ, അങ്കലാപ്പുകൾ, ഇതൊക്കെ ഞാൻ പിന്തുടരും. അങ്ങനെ നേരിട്ട് കാണുന്ന സംഗതിയല്ലേ കഥയാക്കാൻ പറ്റൂ. കഥയോ? എന്തോന്ന് കഥ? മിക്കവാറും എനിക്ക് നിന്റെ കഥ കഴിക്കേണ്ടി വരും. ഇവനാ CK സുന്ദരേശന്റെ പ്രേതം കയറിയിരിക്കാൻ തോന്നുന്നു. നാശം. നേതാവും നടിയും എങ്ങനെ കണക്ഷൻ? എന്തുവാടേ ഇത്? രാവിലെ ഒന്നും കഴിച്ചില്ലടി. ആ, വിശന്ന് കണ്ണ് കാണാൻ പറ്റൂലെന്ന് കേട്ടിട്ടുണ്ട്. പ്രാന്താകുന്ന ഒരാൾ ആദ്യമായിട്ട് കാണുക. ആ, ഇതങ്ങനെ പെട്ടെന്ന് മാറൂല. എന്നാലും ആ നേതാവിന്റെ അവസ്ഥ എന്തായിരിക്കും? അടി കിട്ടുമായിരിക്കും ഇല്ലേ? കിട്ടണമല്ലോ.